മലയാള സിനിമയിലെ താരസംഘടനയിൽ പ്രശ്നം തുടങ്ങുന്നത് ഒരു മെമ്മറി കാർഡിനെ ചൊല്ലിയാണ്. ഒരു നടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് പകർത്തിയ മെമ്മറി കാർഡ്. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരറുതിയും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ആ സംഭവം നടന്ന് വർഷങ്ങളായി. ഇപ്പോൾ ഇതാ മറ്റൊരു മെമ്മറി കാർഡ് ഇന്നും വില്ലനായി രംഗത്ത് വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ നടിമാർക്ക് അനുഭവപ്പെട്ട ദുരനുഭവങ്ങൾ പകർത്തിയ ഒരു മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ചിത്രീകരിച്ചെന്നും എന്നിട്ട് അതിൻ്റെ ഒരു വിവരവും ഇപ്പോൾ പുറത്തില്ല എന്നും എത്രയും വേഗം തങ്ങൾക്ക് ആ മെമ്മറി കാർഡ് കിട്ടണമെന്നും ആവശ്യപ്പെട്ട് മറ്റു വനിതാ അംഗങ്ങൾ ഉയർത്തിയ പരാതിയാണ് ഇപ്പോൾ താരസംഘടനയിലെ പ്രധാന പ്രശ്നം. 2018 ഷൂട്ട് ചെയ്ത വീഡിയോയുടെ വിവരങ്ങൾ 2025 ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിയാണ് മനസ്സിലാവാത്തത്. ഇടയ്ക്ക് ഒട്ടേറെ പുകഴുണർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ പുറത്തു വന്നു. അതിനെ തുടർന്നും കുറേ പ്രശ്നങ്ങൾ സിനിമയ്ക്കകത്തും പുറത്തും ഒക്കെ ഉണ്ടായി. എന്നിട്ടും ആർക്കും ഈ മെമ്മറി കാർഡ് ഓർമ്മ വന്നില്ല എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. പശുവും ചെത്തു മോരിലെ പുളിയും പോയി എന്നായപ്പോഴാണ് എല്ലാവർക്കും ബോധം വന്നത് എന്ന് സാരം. സത്യം പറഞ്ഞാൽ മെമ്മറി കാർഡ് വിവാദത്തിൽ എല്ലാവർക്കും സംശയം ബാബുരാജിനെയാണ്. ഇലക്ഷനിൽ മത്സരിക്കാൻ ബാബുരാജ് അയോഗ്യനാണെന്ന് കൽപ്പിച്ചതോടുകൂടി കാര്യങ്ങൾ മൊത്തത്തിൽ മാറുകയായിരുന്നു. തനിക്ക് കിട്ടുകയും ചെയ്തില്ല. പ്രധാന ശത്രുവായ കുക്കു പരമേശ്വരൻ ഒരു കുഴപ്പവുമില്ലാതെ മത്സരിക്കുന്നു എന്ന് കേട്ടതോടുകൂടി ബാബുരാജിന്റെ ഹാലിളകുകയും അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴീ കാണുന്ന തമ്മിൽ തല്ല് എന്നുമാണ് പൊതുവെയുള്ളൊരു പറച്ചിൽ. കുക്കു പരമേശ്വരനെതിരെ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പേരെ ബാബുരാജ് രംഗത്തിറക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഹാർഡ് ഡിസ്ക് ഉടൻ പുറത്തുവിടണമെന്ന് കൂടുതൽ പേർ ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല കുക്കുവിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപക ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കുക്കു പരമേശ്വരനാണ് തന്നെ വിളിച്ചതെന്നും അവിടെ എത്തിയപ്പോൾ ക്യാമറ കണ്ടിരുന്നു എന്നും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് നടി പ്രിയങ്കയാണ്. എന്തിനാണ് രഹസ്യമായി സംസാരിക്കുമ്പോൾ ക്യാമറ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണ് എന്നായിരുന്നു ഇത്രയും മറുപടി. അവിടെ വെച്ച് എല്ലാവരും തങ്ങൾ അനുഭവിച്ച ദുരനുഭവങ്ങൾ തുറന്നു പറയുകയായിരുന്നു. അതെല്ലാം അങ്ങേയറ്റം സീക്രട്ടായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ യോഗത്തിൽ ഒരാൾ പറഞ്ഞ കാര്യം അടുത്തിടെ ലീക്കാവുകയുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാവാത്തത് എന്നാണ് പ്രിയങ്ക ചോദിക്കുന്നത്. അതേസമയം പ്രിയങ്ക മാത്രമല്ല, കുക്കു പരമേശ്വരന് അമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ അടുത്ത ആൾ നടി പൊന്നമ്മ ബാബുവാണ്. അവരും പറയുന്നത് ഈ സെയിം കഥ തന്നെയാണ്. ആ മെമ്മറി കാർഡ് ഇടവേള ബാബുവും കുക്കു പരമേശ്വരനും ചേർന്ന് സൂക്ഷിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ്. ഇപ്പോഴത്തെ പ്രശ്നം കുക്കു എങ്ങാനും സെക്രട്ടറി ആയി വന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആയുധമായി ഈ മെമ്മറി കാർഡ് ഉപയോഗിക്കുമോ എന്നാണെന്നും പൊന്നമ്മ ബാബു പറയുന്നുണ്ട്. അതുകൊണ്ട് മെമ്മറി കാർഡ് തിരികെ കിട്ടണമെന്നും മാത്രമല്ല കുക്കു ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്നുമാണ് പൊന്നമ്മ ബാബുവിൻ്റെ ആവശ്യം. അതെന്താവശ്യം? മെമ്മറി കാർഡ് കയ്യിൽ വെച്ചതാണോ അവർ ചെയ്ത കുറ്റം? ഇടയ്ക്ക് മാലാ പാർവതിയെയും പൊന്നമ്മ ഒന്ന് കൊട്ടുന്നുണ്ട്. ബാബുരാജ് മത്സരിക്കാൻ അയോഗ്യനാണ് എന്ന് ആദ്യം പറഞ്ഞ ആൾ എന്ന നിലയ്ക്ക് അത് വേണമല്ലോ. സ്ത്രീകളുടെ വിഷയം മാലാ പാർവതി കോമഡിയായി കാണുന്നതിലാണ് പൊന്നമ്മ ചേച്ചിക്ക് മാലാ പാർവതിയോട് പുച്ഛം വന്നത്. അല്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ തന്നെയല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടേഷൻ നൽകി പീഡിപ്പിച്ചത്? അപ്പം ഈ നാക്കൊന്നും കണ്ടില്ലല്ലോ ചേച്ചി. അപ്പം പ്രതികരിച്ചതൊക്കെ മറന്നുപോയോ? എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരണത്തിനൊന്നും ഇല്ല എന്നും ഇപ്പോൾ നടക്കുന്നത് വെറും ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നുമാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. ഇങ്ങനെ പോയാൽ ഓഗസ്റ്റ് 15 ഒരു വല്ലാത്ത ദിവസം തന്നെ ആയിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചാണല്ലോ മോഹൻലാലൊക്കെ ആ പദവിയിൽ ഇരുന്നത് എന്നോർക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ട്. അല്ല, പുള്ളിയെ വേണം ശരിക്കും കുറ്റം പറയാൻ. പുള്ളി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്.